ക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. നിന്റെ ഏത് പ്രതിസന്ധിയിലും നിന്നെ രക്ഷിക്കുവാൻ നീ സേവിക്കുന്ന നിന്റെ ദൈവമുണ്ട്. 18-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്ന് കൈ നീട്ടി നമ്മെ പിടിച്ചുയർത്തുന്ന ദൈവം. നമ്മൾ ബൈബിളിന്റെ വെളിപ്പാടുകളിലോട്ട് പോകുമ്പോൾ ഏതു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അവരൊക്കെ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയിരുന്നെങ്കിൽ. അവർക്ക് ആർക്കും നിങ്ങളെ ഉയർത്താൻ പറ്റത്തില്ല. കാരണം നിന്നെ സഹായിക്കുന്നവന്റെ കരം ഉയരത്തിൽ നിന്ന് വരും. വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാ കാലയളവില് ശിഷ്യന്മാര് പടകിൽ യാത്ര ചെയ്യുമ്പോൾ 3 യാമങ്ങൾ അവരുടെ പടക ആടി ഉലഞ്ഞ് മരണഭയം അവരെ കയറി പിടിച്ചു. പക്ഷെ 4-ാം യാമത്തിൽ ആ തിരമാലകളെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് ആ പ്രശ്നത്തിന്മേൽ യേശു നടന്നു വരിക. പത്രോസ് ചോദിക്കുക, കർത്താവേ, നീയാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരട്ടെ. കർത്താവ് പറഞ്ഞു, വരിക. ദൈവം പറഞ്ഞ വാക്കിന്റെ മേൽ അവൻ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്തു. സാഹചര്യം നോക്കിയവൻ താഴോട്ട് താഴാൻ തുടങ്ങിയപ്പോ ആ കൈ അടങ്ങിയിരുന്നില്ല. ആ കരം നീട്ടി താഴ്ചയിലേക്ക് താന്നു പോയിക്കൊണ്ടിരുന്നവനെ ആ കരം ചേർത്ത് പിടിച്ച് അവന്റെ താഴ്ചയിൽ നിന്ന് അവനെ ഉയർത്തിയെടുത്തതുപോലെ. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ സ്നേഹിത, നീ താണു പോകുന്നത് കണ്ട് ചിലര് കൈയടിക്കുന്നുണ്ട്. നീ താണു പോകുന്നതിൽ ചിലർക്ക് സന്തോഷമുണ്ട്. നീ താണ് നിന്റെ പേരില്ലാതാകുന്നതിൽ ചിലർക്ക് ആനന്ദമുണ്ട്. പക്ഷെ നിന്നോട് ദൈവം സംസാരിക്കുക, എന്റെ ദൈവം അങ്ങനല്ല. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ പിടിക്കും. പെരുവെള്ളത്തിൽ നിന്ന് ആ ഒഴുക്ക് നിന്നെ വലിച്ചോണ്ട് പോയതാ. പക്ഷെ നീ അസ്തമിക്കാതിരിക്കാൻ എന്റെ ദൈവത്തിന്റെ കൈ നിന്നെ അതിൽ നിന്ന് പിടിച്ചുയർത്തി. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കൈ നീട്ടി പിടിക്കുന്ന ദൈവം, പ്രതിസന്ധികൾ നിന്നെ ഉയർത്തിയെടുക്കുന്ന ദൈവം, ആ കർത്താവിന്റെ കൈ നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവിന്റെ പൊന്നുകരത്തിലേക്ക് സമർപ്പിക്കുക. ദൈവം അവരെ അഭിഷേകം ചെയ്യണം. ദൈവം അവരിൽ വലിയ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവേ, അവരെത്ര വലിയ താഴ്ചയിൽ പോയാലും ദൈവം അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ആ കൈ ബലമുള്ള കരമാണല്ലോ. ഒരിക്കലും താണുപോകാൻ അനുവദിക്കാത്ത കരം. കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ആ കൈ നിങ്ങളെ പിടിക്കും, നിങ്ങളെ ഉയർത്തും. ഗോഡ് ബ്ലെസ് യു.